ഹായ്. ഞാൻ പല പ്രോഡക്ട്സിൻ്റെ റിവ്യൂ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലേ. എപ്പോഴെങ്കിലും ഞാൻ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ് കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. കാരണം ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മീഷോനെ പറ്റി മോശം റിവ്യൂസാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഈ മീഷോൻ്റെ ആപ്പ് ആക്ച്വലി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നൊരു 2 വർഷം മുമ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴും എനിക്ക് ഒരു വിശ്വാസമില്ല. പിന്നെ ഈ മോശം കേട്ടതിൻ്റെ ആ ഒരു ഇതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാനത് വാങ്ങിച്ചിട്ടേ ഇല്ല. ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു. ഈയിടെ വളരെ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞു, അത്ര മോശമല്ല, റിവ്യൂ നോക്കി വാങ്ങിച്ചാൽ മതി. അങ്ങനെ എൻ്റെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം, എൻ്റെ ഒരു ക്ലോസ് എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ആ സാധനങ്ങൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ കുറേ സാധനങ്ങൾ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോയിലത്ത് പല സമയത്തായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് സാധനങ്ങൾ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, ചിലത് പൊട്ടിച്ചിട്ടുമില്ല. അപ്പം നമുക്ക് നോക്കാം. കൊച്ചു കൊച്ചു കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഇത് നോക്കാം. മാറ്റ്. ഇതാണ് ബാത്റൂം മാറ്റാണിത്. നല്ല പാക്കിംഗ് ഒക്കെ വളരെ കോമ്പാക്റ്റ് ആണ്. നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. വാട്ടർ അബ്സോർബൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആൻറ്റി സ്കിഡും ആണ്. ഓക്കെ, ബാക്കിൽ റബ്ബറാണ്. ഇതിൽ ഇവിടെ ഒരു ക്ലോത്ത് പോലത്തെ ഒരു വെൽവെറ്റി ഫിനിഷുള്ള ഒരു മെറ്റീരിയലാണ്. സംഭവം കൊള്ളാം. സെയിം തന്നെ 2 എണ്ണം ഉണ്ട്. ഈ 2 മാറ്റിനോട് എത്രയായി എന്നറിയോ? 209 രൂപ. 210 പോലും അല്ല, 209 രൂപ. എവിടെയെങ്കിലും കിട്ടുമോ? വിശ്വസിക്കാൻ വയ്യ കേട്ടോ. മീഷോ ഇത്രയും നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മീഷോനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്തായാലും ഇത് നല്ലൊരു സംഭവമാണ്, എനിക്കിഷ്ടമായി. ഇത് ഇവിടെ വെള്ളം ശരിക്കും അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലുമാണ്. താഴെ റബ്ബറായതുകൊണ്ട് ആൻറ്റി സ്കിഡുമാണ്. അപ്പോൾ 2 ഗുണങ്ങളും ഉണ്ട്. ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണിത്. 2 എണ്ണം കിട്ടി വെറും 209 രൂപയ്ക്ക്. നല്ലതല്ലേ? നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ ഓരോന്നിൻ്റെയും പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കി ഉപയോഗിക്കുകയും ചെയ്തു. 2 പ്രാവശ്യത്ത് ഉപയോഗിച്ചു. ഇതൊരു യുണീക്ക് ബേക്ക് ടിൻ ആണ് ഇതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം, യുണീക്ക് കേക്ക് ടിൻ. ഇതിൻ്റെ വില എത്രയാണെന്നറിയാമോ? നോൺ സ്റ്റിക്ക് ഇത്രയുണ്ട് അതിൻ്റെ സൈസ്. ശരിക്കും ഒരു നല്ലൊരു ലോഫ് കേക്ക് ഉണ്ടാക്കാൻ, നമുക്ക് ബ്രെഡൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൈസാണിത്. ഇതൊരു നല്ല നോൺ സ്റ്റിക്ക് ബേക്ക് ടിൻ ആണ് കേട്ടോ. വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല രസമുണ്ട്. എനിക്കിത് ഉപയോഗിച്ചപ്പോൾ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില എത്രയായെന്നറിയോ? 174, 174 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ബേക്ക് ടിൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അൺബിലീവബിൾ ആണ് കേട്ടോ. എങ്ങും കിട്ടത്തില്ല. അതുകൊണ്ട് ക്വാളിറ്റി നല്ലതാണ്. ഒരു പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഒരു ചുളുവോ മീൻസ് ഒരു ചളുക്കലോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വളരെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. യുണീക്ക്, ഇതിൻ്റെ പേര് യുണീക്ക് കേക്ക് ടിൻ എന്നാണ്. അതിൻ്റെ റിവ്യൂ എപ്പോഴും നോക്കി വാങ്ങിക്കുക. 4 എബോവ് ഉള്ള പ്രൊഡക്ട്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റിക്കൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളി. ഇതെടുക്കാം. ഇത് ഒരു കോട്ടൺ ബാസ്ക്കറ്റ് ടിൻ എന്നാണ് പറയുന്നത്. കോട്ടൺ ബാസ്ക്കറ്റ്, തമന്ന എന്ന് പറയുന്നതാണ് ആ കമ്പനിയുടെ പ്രോഡക്റ്റ്. ഇത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ? നല്ല രസമല്ലേ? ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. കുട്ടികളുടെ റൂംസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, പിന്നെ നമുക്ക് സ്വിങ് മെഷീനില്ലേ, തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ വെച്ചാൽ നമുക്ക് നിറച്ച് നൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തയ്യലിന് ആവശ്യമുള്ള അതൊക്കെ, കുഞ്ഞു സിസേഴ്സ് അതൊക്കെ ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല മെറ്റീരിയലാണ്, നല്ല കട്ടിയുണ്ട്, നല്ല മെറ്റീരിയലാണ്. എനിക്കിഷ്ടമായി. ഞാൻ വെറുതെ മീഷോനെ തെറ്റിദ്ധരിച്ചു ഇത്രയും നാൾ. അടുത്തത് ഇത് കണ്ടാൽ നിങ്ങൾ എന്നെ വിളിക്കും, ഇത്രയും അഹങ്കാരമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇത് ഫാൻസി കാൻഡിൽസ് ആണ്. ഫാൻസി കാൻഡിൽസ് നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല, പൊട്ടിക്കട്ടെ. ഇത് നല്ല ബബിൾ പാക്കറ്റിലൊക്കെ നല്ല റോൾ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഇതുപോലെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കാണാവോ? പൊട്ടിച്ച് കാണിച്ചുതരാം. ഒരു ഭംഗിയോ? ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇതുണ്ട്, ഇവിടെയാണ് അത് വിക്ക്.
ഇങ്ങനത്തെ 2 ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 ഉണ്ട്, സെയിം ആണ്. പക്ഷേ ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഇത് ഞാനിനി കത്തിക്കുമോ അറിയില്ല. അത്രയ്ക്ക് ഭംഗി ഉള്ള ഇതെങ്ങനെ നമ്മൾ കത്തിക്കുക, അത് കത്തിച്ചത് ഇങ്ങനെ ഉരുക്കി പോകില്ലേ. അപ്പോൾ ഇത് വെറുതെ വേണമെങ്കിൽ ഫാൻസി ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ 2 ക്യാൻഡിൽസിൻ്റെ വില 247. എനിക്ക് തോന്നുന്നു എനിക്ക് നോക്കുമ്പോൾ വെർത്താണ്. ചിലർക്ക് ഇത് ഇഷ്ടമാവില്ല. ഇത് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇത് വെർത്താണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കാർവ് ചെയ്തിരിക്കുന്നത്. ഇത് രസമാണെന്നറിയോ. ഓക്കെ, അടുത്ത ഇതിൻ്റെ പാക്കിംഗ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം എന്താണെന്ന്. ഞാനൊരു എത്തനിക് ഹാൻഡ് പെയിൻറ്റഡ് ഒരു ആരതി ചെയ്യുന്ന നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കുന്ന ഒരു വട്ടത്തിലുള്ള ഒരു താലി വാങ്ങിച്ചിരുന്നു. ഒരു റൗണ്ട് പ്ലേറ്റ് നമ്മൾ വിളക്കൊക്കെ വെക്കില്ലേ, ഈ ഒരു പ്ലേറ്റിൻ്റെ പുറത്താണ് നമ്മൾ വെക്കാറ്. സാധാരണ ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊരു ഹാൻഡ് പെയിൻറ്റഡ്, നല്ല രസമുണ്ട്. ഒരു രാജസ്ഥാനി ടൈപ്പ് ഓഫ് പെയിൻറ്റഡ് ഒരു സംഭവമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല റിവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ഇതുപോലെ ഒരു കവറിലാണ് ഇത് വരുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞ് ദിയാസ് ഉണ്ട്. ഇത് ഫിക്സ്ഡ് ആണ്, ഇളക്കാൻ പറ്റത്തില്ല. ഇത് മെറ്റലാണ് കേട്ടോ, മെറ്റലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് ഹാൻഡ് പെയിൻറ്റഡ് ആണ്. നല്ലൊരു ഗണപതി കുട്ടിയുടെ ഒരു കുഞ്ഞു പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് അടുത്ത്. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് വിളക്ക് വയ്ക്കാം. നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എത്രയും ഞാൻ മാർക്ക് കൊടുക്കാൻ പറ്റാ, ഒരു 11 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ കത്തിക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്വിളക്ക് എന്ന് പറയത്തില്ലേ, ഗീ ദിയാസ്, അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ, 263. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി വൈകിപ്പോയി മീഷോയിലേക്ക് എത്താൻ. ഇനി ഒരു മീഷോ കളിയായിരിക്കും ഇവിടെ. അടുത്തത് എന്താ നമുക്ക് നോക്കുന്ന, ദിയ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ അകത്തുള്ള ദിയാസിൽ വെച്ച് കത്തിച്ചാൽ അത് പെയിൻ്റ് അല്ലേ, അപ്പോൾ അത് ഉരുക്കും. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ വെച്ച് കത്തിക്കില്ല. ഞാൻ ഇതിൻ്റെ പുറത്ത് വിളക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. ഇതാണ് ഗീ ദിയാസ്. ഇത് 100 എണ്ണം ഉണ്ട്. കണ്ടോ, കുഞ്ഞു ദിയാണ് കേട്ടോ. അത് 100 എണ്ണം ഉണ്ട്, കുഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് നെയ്യാണ്, നെയ്യുടെ വിളക്കാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പറയാനൊന്നുമില്ല, റിവ്യൂ ഒന്നും പറയാനില്ല. ചെറുതാണ്. ഇത് ഹോം മെയ്ഡ് ദിയാസാണ്. അത് കാണാൻ തന്നെ അറിയാം എൻ്റെ ഷേപ്പ്. ഒരു റഫാണ് അത്. മീൻസ് മിഷനിലാണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കില്ല. ഇതിങ്ങനെ പലതും പല ഷേപ്പൊക്കെ. ഇതിൻ്റെ വില 100 എണ്ണത്തിന് 137 രൂപ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ചെറുതാണ് പക്ഷേ. ഓക്കെ, 137 രൂപയ്ക്ക് ഇനി കൽവിളക്കൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ അതിൽ കുറച്ച് അല്ലേ കോംപ്രമൈസ് എന്ന് പറയാനില്ല. എനിക്ക് ഓക്കെയാണ് ഇത്. ഇനി അടുത്തൊരു നല്ല സ്റ്റൈലിഷ് സാധനം കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൊടിച്ചു. ഇതാണ് സംഭവം. ഇത് ന്യൂ സ്റ്റൈലിഷ് ടേബിൾ മാറ്റ് എന്നാണ് അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത് കേട്ടോ. ഇത് 6 എണ്ണം ഉണ്ട്, സെറ്റ് ഓഫ് 6 ആണ്. നല്ല രസമല്ലേ, നല്ല ജൂട്ടിൻ്റെ ആണ്, നല്ല ഫ്ലെക്സിബിൾ ആണ്. കഴുകാം, നമുക്ക് വേണമെങ്കിൽ അഴുക്കൊക്കെ പറ്റിയാലും കഴുകാം. എനിക്ക് എൻ്റെ ടേബിൾ ഒരു ബ്ലാക്ക് കളറാണ്, ഡൈനിങ് ടേബിൾ. അപ്പോൾ അതിലിത് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നോക്കി വാങ്ങിച്ചതാണ്. ഇതിൽ ബ്ലാക്കും എന്താണ് ക്രീമും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ ആണ്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്ര വലുപ്പം എന്നുള്ളത്. എത്ര വലുപ്പമാണെന്ന് ഇത് കാണുമ്പോൾ അറിയാലോ. ഓക്കെ, ഇത്രയും വലുപ്പമാണ്, ഇത്രയും വലുപ്പം. ഇതിൻ്റെ വില 343. വിശ്വസിക്കാൻ പറ്റുമോ? 6 എണ്ണത്തിന് 343 രൂപയേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. സോറി മീഷോ, ഞാൻ എന്തൊക്കെയോ ആരടുത്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ മീഷോ കൊള്ളൂല നമുക്ക്. എന്തറിഞ്ഞിട്ടാ അങ്ങനെ പറയരുത്. നമുക്ക് ഒരു അനുഭവം നോക്കിയിട്ടേ പറയുള്ളൂ എന്ന് ഞാൻ പിന്നെയും പഠിച്ചു. മീഷോ കൊള്ളില്ല എന്നൊക്കെ അങ്ങനെ ആർക്കോ പറയുന്നത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് ഇതുവരെ നോക്കാഞ്ഞത്. ലേറ്റായി പോയി, പക്ഷേ കുഴപ്പമില്ല, ഇനി സമയമുണ്ടല്ലോ. ഓക്കെ, അടുത്ത നോക്കാം. നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. നിങ്ങൾ ബേക്ക് ചെയ്യുന്നവരാണെങ്കിലും വേണ്ട, ബേക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ, അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. ഇത് കുറേ നാളുകൊണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ കാണിച്ചത്, ഞാൻ പൊട്ടില്ല, ഒരു കുഴപ്പം വയ്ക്കില്ല. ഓക്കെ, ഇതാണ് ഒരു സിലിക്കൺ നീഡിങ് മാറ്റ്. നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നമ്മൾ എന്താ ബ്രെഡ്സിനും അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ നമ്മൾ പൊറോട്ട പോലുള്ള സാധനങ്ങൾക്ക് നല്ല ഫോഴ്സിൽ നീഡ് ചെയ്യണ്ടേ, കുഴയ്ക്കണ്ടേ. അപ്പോൾ അതിന് നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയാവണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഒരു പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതിൽ നമുക്ക് ഈ മാവ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അളവൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര വലിപ്പം വേണം, കറക്റ്റ് റൗണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മാർബിൾ ഗ്രാനൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ അവിടെ അങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഒട്ടി നന്നായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഫോഴ്സായിട്ട് ഇങ്ങനെ നീഡ് ചെയ്യാനായിട്ട് നല്ല സൗകര്യമായിരിക്കും. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. കസിൻ്റെ വീട്ടിൽ കുറച്ച് നാൾക്ക് മുമ്പ് കണ്ടപ്പോൾ തൊട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് മീഷോ വരേണ്ടി വന്നു ഇത് വാങ്ങിക്കാൻ. ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ വില 165, വെറും 165. ഓക്കെ, കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ചീത്തായി പോയെന്ന് വെച്ചാലും നഷ്ടമൊന്നുമില്ലല്ലോ, ചീത്താവില്ല, നല്ല കട്ടിയുണ്ട്. ഓക്കെ,
നല്ല മീഷോ. ഇനി ഞാൻ മീഷോയിൽ നിന്ന് ഒരിക്കലും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ച 2 സാധനങ്ങൾ കാണിച്ചിട്ടെ. ക്ലോത്ത്, തുണി ഒരിക്കലും ഞാൻ വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ മീഷോന്ന്. ഞാൻ പക്ഷേ വാങ്ങിച്ചു, കാണിച്ചു തരാം. അധികമൊന്നും വാങ്ങിച്ചില്ല, 2 വാങ്ങിച്ചുള്ളൂ. ഒരു കാർഗോ പാൻസ്, നൈസാണ്. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. കോട്ടൺ അല്ല, അവർ പറഞ്ഞിട്ടുണ്ട് കോട്ടൺ അല്ല എന്ന്, പിന്നെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 230 രൂപ. പക്ഷെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. റിവ്യൂസ് എപ്പോഴും നിങ്ങൾ ക്ലോത്ത് വാങ്ങിക്കുമ്പോൾ ഒരു എബവ് 4 ആ ഒരു റിവ്യൂസ്, അതും നമ്പർ ഓഫ് റിവ്യൂസും കൂടെ നോക്കണം. ഒരു എബവ് 1000 ആളുകൾ ഒരു 4 ഒക്കെ റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലായത് അതാണ്. ഈ ഒരു കാർഗോ പാൻസ് ഇടാൻ വളരെ കംഫർട്ടബിളാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ്, നല്ല ലെങ്ത് ആണ്, സ്ട്രെയിറ്റ് പാൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അത് വെറും കാണിക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് ശരിക്കും പോക്കറ്റ് ഉണ്ട് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അത് ട്രാക്ക് സ്യൂട്ടാണ്, ട്രാക്ക് പാൻറ്. ഓക്കെ, വിമൻസ് പ്രീമിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഈ പറഞ്ഞ കണക്ക് കോട്ടൺ അല്ല, പക്ഷേ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴും നടക്കാനൊക്കെ പോകുന്നവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് സ്യൂട്ടാണ്. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്, ഇലാസ്റ്റിക് ബാൻഡാണ്. അത് നിങ്ങൾ നിങ്ങളുടെ സൈസ് നോക്കിയെടുത്താൽ മതി. സ്ട്രെയിറ്റ് ഇതാണ്, ഒരു കോപ്രായോ ഇല്ല, ഒരു കോഷ്ടിയില്ല. നല്ല ഡീപ്പ് ഒരു ബ്ലാക്കാണ്. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വാങ്ങിച്ച 2 ഈ സാധനങ്ങളും ഡ്രസ്സ് മെറ്റീരിയൽസ് വലിയ കുഴപ്പമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അത് മാത്രമല്ല, ഇതിന് വിലയില്ല. ഈ ട്രാക്ക് പാൻറ്റിന് 354. ഇതിൻ്റെ ആ ബ്രാൻഡിൻ്റെ പേര് വിമൻസ് പ്രീമിയം ട്രാക്ക് പാൻറ് എന്നാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. സ്റ്റൈലിഷ് കാർഗോ പാൻസ് എന്നായിരുന്നു അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. 230 റുപ്പീസാണ്. അതിൻ്റെ വില ഇപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച പ്രൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടിയെന്ന് പറയാം. എന്നാലും എനിക്ക് ഇതിൽ റിഗ്രറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അതുപോലെ ഇതിനെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളൂ. ഏകദേശമാണ് ഞാൻ പറഞ്ഞത്, ഫുള്ള് അങ്ങനെ കണക്കൂട്ടി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്, പിന്നെ ബാത്റൂം മാറ്റ്, പിന്നെ ഇത് പൂജാമുറിയിൽ വയ്ക്കുന്ന ആ ഒരു പ്ലേറ്റ്, താലി. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. എൻ്റെ ആ വർക്കൊക്കെ നമ്മൾ ആ പടത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയല്ല എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ ഞാൻ എന്താ പറയുക സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ ലിങ്ക് ഇടാം. ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. 1 മന്ത് ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ട്, പലപ്പോഴും ഇതായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇട്ടത്. 1-2 സാധനം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കി. ആ ബേക്ക് ടിൻ, അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരെണ്ണം കൂടി ഉണ്ട് ഈ ബേക്ക് ടിൻ. എന്ന് വെച്ചാൽ ഇത് കേക്കൊക്കെ ഇങ്ങനെ പോരും, ഒരു ബട്ടർ പേപ്പറോ ഒന്നും വേണ്ട. ഞാൻ പ്രൈസും പറഞ്ഞല്ലോ, 174. എവിടെ കിട്ടാനാ ഈ വിലയ്ക്ക്? അപ്പോൾ ഞാൻ ഇത്രയും നാളും മീഷോനെ തെറ്റിദ്ധരിച്ചതിന് സോറി മീഷോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഏതൊരു ഇതാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഔട്ട്റൈറ്റായിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഒന്നും കൂടെ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു ഹൗളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, കൊച്ചു സാധനങ്ങൾ. പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടെ നമ്മൾ വാങ്ങിച്ചു പോകും കേട്ടോ. ഇതിൽ എങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇരുന്ന, അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ സ്ക്രോൾ ചെയ്യുക, അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും